UDF അധികാരത്തിൽ കയറുമെന്ന കോൺഗ്രസ് അവകാശവാദത്തെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ കാത്തുസൂക്ഷിച്ച മാമ്പഴം പിണറായി കുത്തിക്കൊണ്ടുപോകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. 12 മന്ത്രിമാർ പരാജയപ്പെടുമെന്നത് സതീശന്റെ ആഗ്രഹം. ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും LDF അധികാരത്തിൽ എത്തുകയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. അപ്പോൾ LDF ഭരണത്തിൽ നിന്ന് LDFും UDF ഭരണത്തിൽ നിന്ന് UDFും ഇന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ UDF ഭരണത്തിൽ വരുന്നു എന്നുള്ളതിനാണ് മീഡിയകളും പത്രങ്ങളും എല്ലാം കൂടുതൽ പ്രചരണം കൊടുക്കുന്നത്. പക്ഷെ അവസാനം കാത്തുസൂക്ഷിച്ചൊരു മാമ്പഴം പിണറായി അവസാനം കൊത്തിക്കൊണ്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളത്തിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെയും വെള്ളാപ്പള്ളി വിമർശിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ചതിയൻ ചന്തുവായി മാറിയെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ഈ വൈദ്യുതി ബോർഡ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു വെള്ളാനയാണ്. അതിനകത്ത് കുറേ ഉദ്യോഗസ്ഥന്മാരിരുന്ന് കനത്ത ശമ്പളം മേടിക്കുന്നുണ്ട്. ഈ വൈദ്യുതി ക്ഷാമം വരുമെന്ന് വൈദ്യുതി കുറവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ക്ഷാമം പരിഹരിക്കാൻ കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകൾ പുതിയ സ്കീമോ പുതിയ പ്രോജക്റ്റോ കൊണ്ടുവരണ്ടേപ്പാ. ഇത് കണ്ടുകൊണ്ട് സോളാറിൻ്റെ കറണ്ട് കൂടെ എടുത്താൽ ഇപ്പോൾ അവനെയും ചതിച്ച് ഇപ്പോൾ സോളാറുകാരനെല്ലാം വെള്ളത്തിലായില്ലേ. സോളാർ ഫിറ്റ് ചെയ്ത് കറണ്ട് സപ്ലൈ ചെയ്തവന് കാശുമില്ല. ഇനി ആ സ്കീം ഇവിടെ നടപ്പാകാൻ യാതൊരു സാധ്യതയില്ല. വിശ്വസ്തത എല്ലാം പോയില്ലേ. പ്രൊഡക്ഷൻ നടത്തി കൊടുത്താൽ ആർക്ക് കാശ് കിട്ടാനാണ്? അപ്പോൾ ഇന്നത്തെ ദിവസം ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ചതിയൻ ചന്തുവായിട്ട് മാറിയിരിക്കുകയാണ്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പോളിംഗ് ഡേയിലും വോട്ട് ചെയ്തതിന് ശേഷമൊക്കെ പറഞ്ഞാണ് പലതവണ ആവർത്തിക്കുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഏത് മുന്നണി അധികാരത്തിൽ വരും എന്ന്, ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കാനാവാത്ത അപ്രവചനീയമായ ഒരു അവസ്ഥ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് UDFിൻ്റെ അവകാശവാദത്തെ അദ്ദേഹം പരിഹസിക്കുമ്പോൾ തീർച്ചയായും LDF അധികാരത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും വരും എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്? ഒപ്പം ചില വിമർശനങ്ങൾ ഈ പവർ കട്ടിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഷാമിലി, ഈ വരുന്ന ആഴ്ചയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അതിനു മുമ്പ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ UDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രചാരണമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. 3 പേർ മുഖ്യമന്ത്രിയാകാനായി മത്സരിക്കുന്നു. അപ്പോഴും ഇടതുപക്ഷം ഇതിലൊന്നും തന്നെ മിണ്ടുന്നില്ല. അവർക്ക് അറിയാം ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന്. അതുകൊണ്ട് ഇപ്പോൾ മിണ്ടേണ്ടതില്ല എന്നൊരു നിലപാട് ഇടതുപക്ഷം പോണു. വളരെ പക്വതയായിട്ടാണ് ഇടതുപക്ഷം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാത്തുവെച്ചൊരു കസ്തൂരി മാമ്പഴം ആര് കൊണ്ടുപോകും എന്ന് നമുക്ക് വരുന്ന തിങ്കളാഴ്ച അറിയാൻ കഴിയും. ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരും. അതും നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ആഗ്രഹങ്ങളൊക്കെ വെറും വ്യാമോഹങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൃത്യമായ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടന്നാൽ പോലും UDFന് നേരിയ ഭൂരിപക്ഷം കിട്ടും. ആ സാഹചര്യത്തിൽ LDFന് നേരിയ ഭൂരിപക്ഷം കിട്ടും. അതുകൊണ്ട് ആ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയും. അതിനുള്ള ആർജവും അതിനുള്ള പ്രവൃത്തികളും LDF നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് LDF തന്നെ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ കേരളത്തിലെ വൈദ്യുത പ്രതിസന്ധി KSTBയുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായത്. അതിലെ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന പണം, വലിയ രീതിയിലുള്ള ശമ്പളം വാങ്ങുന്നു. അവരാണ് വില്ലന്മാർ. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരൊക്കെയാണ് വൈദ്യുത വകുപ്പിൽ മന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട കാര്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്തായാലും ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഇപ്പോഴിരിക്കുന്ന ആളുകൾ കുളം തോണ്ടി ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും അവർക്ക് നിസ്സാരമായ പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ചതിയൻ ചന്തുവായി മാറിയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഷാമിനി. ശരി, ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.